അങ്ങനെ ഈ വർഷം സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ആപ്പിളിന്റെ പുതിയ ഐഫോൺ ലൈനപ്പ് കഴിഞ്ഞ ആഴ്ച നടന്ന ആപ്പിളിന്റെ WWDC ഇവന്റിൽ വളരെ സ്പഷ്ടമായിട്ട് തന്നെ ആപ്പിൾ തന്നെ അപ്കമിങ് മോഡലായിട്ടുള്ള ഐഫോൺ അൾട്രാനെ പറ്റിയുള്ള കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതോടൊപ്പം സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുന്ന ഐഫോൺ ലൈനപ്പിൽ കുറച്ച് മാറ്റങ്ങളുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആപ്പിളിന്റെ അപ്കമിങ് ഫോൾഡബിൾ ഐഫോൺ ആയിട്ടുള്ള ഐഫോൺ അൾട്ര, ഐഫോൺ 18 സീരീസിനെ പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ജൂൺ മാസം 8 നടന്ന ആപ്പിളിന്റെ WWDC ഇവന്റിൽ വെച്ചായിരുന്നു ആപ്പിളിന്റെ അപ്കമിങ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 27 മറ്റ് OS അപ്ഡേറ്റുകളും നമ്മൾ കണ്ടു. നമ്മൾ ആ കണ്ട ഇവന്റിൽ തന്നെ മാക് OSന്റെ പുതിയ വേർഷൻ ആയിട്ടുള്ള മാക് OS ഗോൾഡൻ ഗേറ്റിൽ ഇപ്പം കറൻറ്റ്ലിയുള്ള ഐഫോൺ മിററിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ, അതായത് നമുക്ക് ഫോൺ മാക്കിലേക്ക് ഡയറക്റ്റ് വയർലെസ്ലി കണക്ട് ചെയ്യാൻ സാധിക്കും. ഫോണിന്റെ ഡിസ്പ്ലേയിലുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് എന്ത് ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഐഫോണിൽ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇതേ ഐഫോൺ മിററിംഗ് ഫീച്ചറിന് 27 വരുമ്പോൾ പുതിയൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ഡൈനാമിക്കലി ഡിസ്പ്ലേ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രീൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു സംവിധാനം അല്ലെങ്കിൽ ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ചോദ്യം, നോർമലി അല്ലെങ്കിൽ നിലവിൽ നമുക്കറിയാവുന്നിടത്തോളം ഒരു ഐഫോണിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. ഐഫോൺ മിററിംഗ് എന്നാണ് ഫീച്ചറിൻ്റെ പേരും. അവിടെ നമുക്ക് ഐപാഡിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഐപാഡ് കണക്ട് ചെയ്യാനോ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള സൗകര്യമോ ഫീച്ചറോ കൊടുത്തിട്ടില്ല. പിന്നെ എന്തിന് നമുക്ക് ഈ ഒരു ഐഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടി ഐപാഡ് ലൈക്ക് ഒരു ഡൈനാമിക് സ്ക്രീൻ റേഷ്യോയിൽ ചേഞ്ച് എന്തിനു കൊണ്ടുവരണം? അതൊറ്റ കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ദ ഫോൾഡബിൾ ഐഫോൺ ഈസ് കമ്മിങ്. സോ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ലേറ്റസ്റ്റ് ഐഫോൺ ലീക്സ് അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ അനുസരിച്ച് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് 4 മോഡൽ ഐഫോണുകൾ പുതുതായിട്ട് വരുന്നുണ്ടെന്നാണ്. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 4 ഐഫോൺ മോഡൽസ് ഉണ്ടാവില്ല, പകരം 3 എണ്ണമായിരിക്കാൻ മോസ്റ്റ് പ്രോബബ്ലി കാണുന്നത്. അതിൽ ഇതുവരെ നമ്മളുടെ കൺസിഡറേഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐഫോൺ എയർ ആയിരുന്നു. ഐഫോൺ എയറിന്റെ നിലവിലുള്ള ഐഫോൺ എയറിന്റെ 2nd ജനറേഷൻ ഐഫോൺ, 2 ഡ്യുവൽ ക്യാമറ വരുന്ന ഐഫോൺ എയർ ഉണ്ടാകും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഐഫോൺ എയർ സെപ്റ്റംബർ റിലീസ് ചെയ്യുന്ന ഒഴിവാക്കി അടുത്ത വർഷം ഐഫോൺ 18 ഐഫോൺ 18e റിലീസ് ചെയ്യുന്നതിനോടൊപ്പമായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി ഐഫോൺ എയർ കൊണ്ടുവരാൻ ഉള്ള ചാൻസസ് ആണ് ഇപ്പോൾ കാണുന്നത്. പകരം ഈ വർഷം ആപ്പിൾ പ്രധാനമായിട്ടും കൂടുതൽ ഫോക്കസും അല്ലെങ്കിൽ ആ ഇവന്റിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആപ്പിളിന്റെ പുതിയ ഫോൾഡബിൾ ഐഫോണിനെ പറ്റിയായിരിക്കും. അതോടൊപ്പം തന്നെ ഐഫോണിന്റെ 18 പ്രോ സീരീസിനെ പറ്റി, പ്രോ മാക്സ്, അങ്ങനെ ടോട്ടൽ 3 മോഡൽസ് ആയിരിക്കും ഈ വർഷത്തെ സെപ്റ്റംബർ ഇവന്റിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് ഐഫോൺ അൾട്ര അല്ലെങ്കിൽ ഫോൾഡബിൾ ഐഫോണിനെ പറ്റി സംസാരിക്കാം. സോ നിങ്ങൾ ഈ കാണുന്ന ഇമേജുകളെല്ലാം അപ്കമിങ് ഫോൾഡബിൾ ഐഫോണിന്റെ ഡമ്മി മോഡൽസ് ആണ്. സോ ഫോൾഡ് ചെയ്യുമ്പം ഉള്ള ലുക്ക് ഇങ്ങനെ ആയിരിക്കും. ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, 5.5 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ വരുന്നു. ഇനി ഇത് നിവർത്തി കഴിയുമ്പം, അതായത് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പം ഇറ്റ്സ് ഫീൽ ലൈക്ക് ആൻ ഐപാഡ് മിനിയുടെ ഇത്രയധികം സൈസ് വരുന്നില്ല, പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടെ സൈസ് കുറവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഐപാഡ് മിനി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഡിവൈസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫുൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 7.8 ഇഞ്ചസ് ആണ്. സോ ഫോൾഡ് ചെയ്യുമ്പോൾ 5.5ഉം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ലാർജർ ആയിട്ടുള്ള 7.8 ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും ഫോൾഡബിൾ ഐഫോണിന് വരുന്നത്. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേസ് ആണ്. കാരണം ഈ ഒരു ഫോൾഡബിൾ ഐഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഇത്രയധികം വൈകിപ്പിച്ചതിന്റെ പുറകിലുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ലിറ്ററലി ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ക്രീസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഫോൾഡ് ചെയ്ത് അൺഫോൾഡ് ചെയ്യുമ്പം നമുക്ക് ഐപാഡിലൊക്കെ കിട്ടുന്ന പോലത്തെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ക്രീസിങ്, നടുക്കത്തെ ക്രീസിങ് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ലിറ്ററലി ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രീസിങ്ങോടെ ആയിരിക്കും ഈ ഒരു ഫോൾഡബിൾ ഐഫോൺ വരാൻ പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി വെളിയിലേക്ക് വരുമ്പോൾ ഇതിന് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ബാക്കിൽ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാമറ സെറ്റപ്പ് സിമിലർ ടു ഐഫോൺ എയർ. ഈ ഐഫോൺ എയറിൽ നമുക്ക് കാണാം ഇതുപോലത്തെ ഒരു പ്ലേറ്റോ, ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്ലേറ്റോ ആയിരിക്കും. അതിലും ഇപ്പം നിലവിലുള്ള പോലത്തെ 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ടെലിഫോട്ടോ സെൻസേഴ്സ് ഒന്നും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമുക്കറിയാം ഐഫോൺ എയർ ആണ് ആപ്പിൾ ലൈനപ്പിലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5.6 മില്ലിമീറ്റർ ആണ്. എന്നാൽ ഇനി വരുന്ന ഐഫോൺ അൾട്ര എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4.5 മില്ലിമീറ്റർ തിക്നെസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോൾഡബിൾ ഐഫോണിന് കാണത്തുള്ളൂ. തിക്നെസ് വൈസ് നിലവിലുള്ള തിന്നസ്റ്റ് ഐഫോണിനേക്കാൾ തിന്നസ്റ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഐഫോൺ അൾട്ര എന്ന് പറയുന്നത്. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ 5.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഉണ്ട്. അതിന്റെ നടുക്ക് ഒരു ഡൈനാമിക് ഐലൻഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഫേസ് ID സെൻസേഴ്സ് കാണാൻ സാധിക്കുന്നില്ല. പകരം ഫോർ ദ ഫസ്റ്റ് ടൈം ആപ്പിൾ ഇൻ എ ലോങ് ടൈം
തിരിച്ച് ടച്ച് ID സെൻസേഴ്സ് കൊണ്ടുവരുന്നു. സോ സൈഡിലായിട്ട് ഐപാഡിലെല്ലാം ഉള്ള പോലെ ഒരു ടച്ച് ID സെൻസർ ആയിരിക്കും ഫേസ് ID പകരം. കാരണം ഇത്ര നൈസ് ആയിട്ടുള്ള ഒരു തിക്നെസ്സിൽ ഈ ഒരു ഡിവൈസ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ക്യാമറേനെയും ക്യാമറ മൊഡ്യൂളിനെയും അതോടൊപ്പം ഫേസ് ID സെൻസേഴ്സിനും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ടച്ച് ID സെൻസേഴ്സ് കൊണ്ടുവരുന്നത്. ആൻഡ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലേക്ക് വരുമ്പം ഈ വർഷത്തെ 3 മോഡൽസിലും ഫ്രണ്ട് ഫേസിംഗ് സെൽഫി ക്യാമറയുടെ സെൻസേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുവാണ്. 18 മെഗാ പിക്സലിൽ നിന്ന് 24 മെഗാ പിക്സലിലേക്കുള്ള ഒരു വലിയ ജമ്പും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഡിവൈസ് ഓപ്പൺ ചെയ്ത് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പം ഈ ഡിവൈസിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്കൊരു പഞ്ച് ഹോൾ കാണാൻ സാധിക്കും. അതും ഒരു ക്യാമറ ആയിരിക്കും. കാരണം ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കണം. ഇനി ഇതിൻ്റെ ഫിനിഷിലേക്ക് വരും. ഇപ്പോൾ ഐഫോൺ എയറിലുള്ള പോലെ തന്നെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ടൈറ്റേനിയം ഫിനിഷ് തന്നെ ആയിരിക്കും. ആൻഡ് ഈ വരാൻ പോകുന്ന ഫോൾഡബിൾ ഐഫോണിനെ ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അതിൻ്റെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ റോ ഔട്ട്പുട്ടിനെയോ ബേസ് ചെയ്തിട്ടുള്ള ഇത് തരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീല്, ആ ഒരു ലക്ഷറി പ്രീമിയം ഫീൽ അതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഇപ്പം നിലവിൽ ഇതുപോലത്തെ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പോയി പെട്ടെന്ന് ചാടിക്കയറി ഒരു ഫോൾഡബിൾ ഐഫോൺ വാങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സിമിലർ ഹാർഡ്വെയർ ആണ്, പക്ഷെ അത് തരുന്ന എക്സ്പീരിയൻസ് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത്രയും ഒരു ക്യാഷ്. കാരണം ഇന്നലെ തിമ്മണ്ണൻ തന്നെ അൺഒഫീഷ്യലി പറഞ്ഞു തീർച്ചയായിട്ടും അപ്കമിങ് മന്തുകളിൽ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്ട്സുകളുടെയൊക്കെ പ്രൈസ് കൂടാൻ പോകുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇങ്ങനൊരു എക്സ്പെൻസീവ് ഫോൺ ഇറങ്ങുമ്പം, ഫോൾഡബിൾ ഫോൺ ആപ്പിൾ ഇറക്കുമ്പം $2,000 മുകളിൽ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി ഈ ഫോൾഡബിൾ ഐഫോണിൻ്റെ ഇൻറ്റേർണൽസിലേക്ക് വരുമ്പം, സോ ഇൻ ഹൗസ് ആയിട്ട് ആപ്പിൾ നിർമ്മിക്കുന്ന C2 എന്ന് പറയുന്ന സാറ്റലൈറ്റ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് മോഡമാണ് ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നത്. ഇതിലും 18 Proയിൽ വരുന്ന പോലെ തന്നെ A20 Pro ആൻഡ് 12GB റാമും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലെ രണ്ടാമത്തെ മോഡൽസ് എന്ന് പറയുന്നത് ഐഫോൺ 18 ആൻഡ് 18 Pro. സോ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ചെറിയ റീഡിസൈൻ വന്നു. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു ലുക്കിൽ നിന്ന് ഈ ഒരു ലുക്കിലേക്ക് ആപ്പിൾ മാറി. വലിയ ക്യാമറ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾ 18 Proയിൽ ലുക്കിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വലിയ ഭാവത്തിൻ്റെ കാര്യത്തിലൊന്നും ചേഞ്ച് പ്രതീക്ഷിക്കേണ്ട. ഈ വർഷം വലിയ ചേഞ്ചുകളൊന്നും തന്നെ ലുക്കിൻ്റെ കാര്യത്തിലില്ല. പക്ഷെ ലുക്ക് വരുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ അടുത്ത വർഷം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 20th ആനിവേഴ്സറിയാണ്, 20ാമത്തെ ആനിവേഴ്സറിയാണ്. ഒരു 10 വർഷം മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഐഫോൺ 7, 8 ശേഷം 10 ആണ് റിലീസ് ചെയ്തത്, 9 അല്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അടുത്ത വർഷം 2027 ആപ്പിളിൻ്റെ ഐഫോൺ 20, ഐഫോൺ 18 ശേഷം ഐഫോൺ 20 ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വലിയ മാറ്റമാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. 10 വർഷം മുന്നേ ഐഫോൺ 7, 6, 18 എന്നൊക്കെ എന്ത് മാറ്റമാണോ ഒരു ഐഫോണിന് വന്നത്, അതേ സിമിലർ ടൈപ്പ് ഓഫ് ഒരു നെക്സ്റ്റ് ജനറേഷൻ, നെക്സ്റ്റ് ഫേസിനെ തുറന്നു വെക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഡിസൈനിൽ മൊത്തത്തിലൊരു മാറ്റം അടുത്ത വർഷം ഐഫോൺ 20 പ്രതീക്ഷിക്കാം. സോ ഈ വർഷം ഐഫോൺ 18 അതുകൊണ്ട് യാതൊരു വലിയ ബിഗർ ചേഞ്ചസോ ഡിസൈനിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട. ഈവൻ ഓൺ ഡൈമെൻഷൻസിൽ പോലും ഒരു മാറ്റവും ഇല്ല. ഇതേ ലുക്കും ഇതേ ഫീലും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്റേണലി ആൻഡ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം നമ്മളുടെ ഫ്രണ്ട് ഡൈനാമിക് ഐലൻഡിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇത് 35% ഷ്രിങ്ക് ഡൗൺ ചെയ്യുവാണ്, ചെറുതാകുവാണ്. അതുകൊണ്ട് തന്നെ ലുക്കിൽ വേറെ എവിടെയും ഫീല് നമുക്ക് തോന്നിയില്ലെങ്കിലും ഫ്രണ്ടിൽ നോക്കുമ്പം ഈ ഒരു മുഴുത്ത ഡൈനാമിക് ഐലൻഡ് കാണുന്നതിന് പകരം കുറച്ചുകൂടെ ചെറിയൊരു ഡൈനാമിക് ഐലൻഡ് ആയിരിക്കും. അതിൽ ആ സിവിയൊക്കെ വരുന്നത് കാണുമ്പം രസമായിരിക്കും. ആൻഡ് ഇനി ഇതിൻ്റെ കളേഴ്സിലേക്ക് വരുമ്പോൾ 2 പുതിയ എക്സ്ട്രാ കളേഴ്സും കൂടെ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള നമ്മളുടെ ഈ ഒരു ബ്ലൂ അതോടൊപ്പം ഓറഞ്ചിന് പകരം ആപ്പിൾ പുതിയ ഡാർക്ക് ചെറി എന്ന് പറയുന്ന ഈ കളറും അതോടൊപ്പം സ്കൈ ബ്ലൂ കളറും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. എലോങ് വിത്ത് സിൽവർ കളറും ആൻഡ് ഡാർക്ക് ഗ്രേ എന്ന് പറയുന്ന ഐഫോൺ 15 Proയിൽ ഉണ്ടായിരുന്ന പോലത്തെ സിമിലർ ആ ഒരു ബ്ലാക്ക് കളറും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാക്ക് ക്യാമറയുടെ ലുക്കിനോ സെൻസേഴ്സിനോ മാറ്റമൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ മെയിൻ വൈഡ് ക്യാമറയുടെ ആപ്പർച്ചർ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയുടെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ ആപ്പർച്ചർ എന്ന് പറയുന്നത് ഈ ലെൻസിലേക്ക് വരുന്ന വെട്ടത്തിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. സോ ആ ഒരു ആപ്പർച്ചറിനെ കൺട്രോൾ ചെയ്യാൻ, മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചർ ആപ്പിൾ ഐഫോൺ 18 Proയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബോക്ക ഉള്ള നാച്ചുറൽ ബോക്കെ എഫക്റ്റിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ളത് കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയാണ്. അതിൻ്റെ സഹായത്തിലാണ് നമ്മൾ ബോക്കെ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ നാച്ചുറൽ ബോക്കെ എഫക്റ്റിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇനി ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് TSMCയുടെ ലേറ്റസ്റ്റ് 2 നാനോമീറ്റർ ചിപ്പായിട്ടുള്ള A20 Pro ആണ്. ഇപ്പം ഐഫോൺ 17 Proയിലുള്ള A19 Pro ആണ്. അതെന്ന് പറയുന്നത് 3 നാനോമീറ്റർ ചിപ്പാണ്. അതിനേക്കാൾ ചെറിയ ചിപ്പാണ് ഈ ഒരു 2 നാനോമീറ്റർ A20 Pro എന്ന് പറയുന്നത്. എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. പ്രത്യേകിച്ചും ഗ്രാഫിക്സ് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ബെറ്റർ പെർഫോമൻസും അതോടൊപ്പം തന്നെ
12 GB റാമാണ് തരുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് AI മോഡൽസിനെ, ഹെവി AI മോഡൽസിനെയൊക്കെ ഓൺ ഡിവൈസ് തന്നെ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. 12 GB റാം മോർ ദാൻ എനഫ് ആണ്. സോ ഫ്യൂച്ചർ പ്രൂഫിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും നമുക്ക് പേടിക്കേണ്ട. ആൻഡ് ഐഫോൺ അൾട്രയിലുള്ള പോലെ തന്നെ ഇൻ ഹൗസ് ആയിട്ട് ആപ്പിൾ നിർമ്മിക്കുന്ന C2 എന്ന് പറയുന്ന നെറ്റ്വർക്ക് മോഡമാണ് ആപ്പിൾ ഇതിലും കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ 5G സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് നമുക്ക് ടവർ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 5G നെറ്റ്വർക്കിലൂടെ നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ, നമുക്ക് കോളും ഇൻ്റർനെറ്റും ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അതിനുള്ള വലിയൊരു മാറ്റവും അല്ലെങ്കിൽ ഇൻ ഹൗസ് ആയിട്ട് ബിൽഡ് ചെയ്ത ഈ ഒരു ചിപ്പും ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള, ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇന്നലെ നമുക്കറിയാൻ സാധിച്ച പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള പ്രൈസിങ്ങിൽ നിന്ന് വ്യത്യാസം വരുന്നു. ഓൾമോസ്റ്റ് $200 ഒരു പ്രൈസ് ഇൻക്രീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഉള്ളതിനേക്കാൾ $200 വ്യത്യാസം, അതെന്തായാലും നമുക്ക് ഓവറോൾ വേൾഡ് വൈഡ് ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക് ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം മറ്റെല്ലാ ഡിവൈസുകൾക്കും മറ്റെല്ലാ ഇതുപോലുള്ള ഗ്രാഫിക്സിനും മെമ്മറിക്കും ഒക്കെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. സോ തീർച്ചയായിട്ടും ആ ഒരു പ്രൈസ് ഇൻക്രീസ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ അപ്കമിങ് സീരീസ് ആയിട്ടുള്ള ഐഫോൺ അൾട്ര ആൻഡ് ഐഫോൺ 18 പ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next one. Until then, peace.